Assalamualaikum. Waalaikum assalam warahmatullahi wabarakatuh. Hi, faddal. Thank you. നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇത് നമ്മളെ ജാസ്മിൻ ഗാർഡൻ ആണ്. മമ്മിന്റെ ഫുൾ ഇതാണ്. ഒരുപാട് ഉണ്ട്. ആന്തൂറിയം, ജാസ്മിൻ, റോസ് അങ്ങനത്തെ ഫുൾ ഹാങ്ങിങ് ഗാർഡൻ. ഒരു ഡ്രാമ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതൊന്നും അറിയാത്ത മാതിരി ചോദിച്ചു. ആക്ച്വലി വി ആർ ദിസ് മൈ ബ്രദർ അജീഷ്. ഇത് മമ്മീന്റെ പാഷനാണ്. അപ്പൊ ഈ വീടിന്റെ പേര് ജാസ്മിൻ വില്ല. അപ്പം മമ്മി ആസ് ഹെർ നെയിം ഷീ ഈസ് വെരി പാഷനറ്റ് അബൌട്ട് ഫ്ലവേഴ്സ് അല്ലേ? അതെ. അപ്പം വെറുതെ ഒന്ന് സ്റ്റൈലാക്കിയതാ സ്റ്റാർട്ടിങ്. അപ്പൊ ഇക്ക അജീഷ് അസ്ലം, എൻ്റെ പേര് അമൽ അസ്ലം. ഇക്ക ഒരു എൻജിനീയറാണ് ബൈ പ്രൊഫഷൻ ഇൻ അബുദാബി ഫോർ ലോങ് ടൈം. പക്ഷെ ആൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. മൂപ്പര് MSc എടുത്തു. പിന്നെന്താ കുറെ പഠിച്ചു. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് സൈക്കോളജിയും പഠിച്ചു. അപ്പൊ ഐ വാസ് ആസ്കിങ് ഹിം വൈ ബോത്ത് ആർ ടു ഡിഫറെന്റ് എൻറ്റിറ്റീസ്. ഒന്ന് സൈക്കോളജി, ഒന്ന് എഞ്ചിനീയറിംഗ്. യാതൊരു ബന്ധവും ഒരു രീതിയിലും വരാനില്ല. അൺലെസ് ഓക്കെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പം എന്താണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് ആളുടെ മനസ്സൊക്കെ അറിയുന്നതിൽ ചിലപ്പം ഒരു സൈക്കോളജി ഉണ്ടാവും. അപ്പം ഐ ഓൾവേസ് വാണ്ടഡ് ടു ആസ്ക് യു വൈ സൈക്കോളജി. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എഞ്ചിനീയർ ആയിട്ട് നീ എന്തിനാണ് സൈക്കോളജി എടുത്തത്? വേറെ എന്തെല്ലാം ഉണ്ട്? ബേസിക്കലി ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് സൈക്കോളജിയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടായത്. ഒബ്വിയസ്ലി അതേപോലെ എൻ്റെ ഡാഡി നല്ലൊരു എഴുത്തുകാരനാണ്. ഹി റൈറ്റ്സ് എ ലോട്ട് ഓഫ് ആർട്ടിക്കിൾസ്. അപ്പം എന്താണ് അബ്നോർമൽ ബിഹേവിയർ ഓഫ് നോർമൽ പീപ്പിൾ, അങ്ങനെ ഡാഡിൻ്റെ ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് ഉണ്ട്. ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഡാഡി ഇങ്ങനെ, ഞാൻ കുറേ വായിച്ചിട്ടുണ്ട്. ഡാഡി ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യും. എന്നും ഇങ്ങനെ ഓരോ ഡയറിയിലുള്ള ഓരോ അനുഭവങ്ങൾ ഡാഡി നോട്ട് ചെയ്യും. എന്നിട്ട് ഹി റൈറ്റ്സ് വെരി വെൽ. പിന്നെ പോംസൊക്കെ നല്ല രസമായിട്ട് എഴുതും. അപ്പോൾ ഡാഡിൻ്റെ ഈ ആർട്ടിക്കിൾസ് ഇങ്ങനെ വായിച്ചപ്പോൾ ഐ യൂസ് ടു ഫൈൻഡ് ഡാഡിയെ കാണുന്ന ഒരു വ്യൂയിലൂടെ നോക്കുമ്പം people are different, right? Every person is different, and why people behave differently in certain situations. ഒരേ പോലത്തെ ഒരാള് ചിലപ്പോൾ ഞാൻ കറക്റ്റ് അതുകൊണ്ട് പിന്നെ ഒരാള് ഇപ്പം ഞാൻ ടിറ്റുൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നു അല്ലേ, വേറെ ആൾ വന്നു, ഐ വിൽ ബി ഡിഫറെൻറ്റ് പേഴ്സൺ. ടിറ്റുവിൻ്റെ അടുത്ത് ഞാനൊരു പോലെയും എൻ്റെ വേറൊരു ആളെടുത്ത്, ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എനിമീൻ്റെ അടുത്തോ ഐ വിൽ ബിഹേവ് ഡിഫറെൻ്റ്ലി. സോ വൈ ഡു എ പേഴ്സൺ ചേഞ്ച്? ഈ അടുത്ത് ഞാൻ കുറെ കേൾക്കുന്ന ഒരു ടേമാണ് ഫേക്ക് ആണ്. ഹീസ് നോട്ട് ട്രൂ, ഹീസ് ഫേക്ക്, അല്ലെങ്കിൽ ഷീസ് നോട്ട് ട്രൂ, ഷീസ് ഫേക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഏതാണ് അപ്പോൾ ഒറിജിനൽ? ഒറിജിനൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ ബിഹേവ് ചെയ്യുന്നതായിരിക്കും, പക്ഷെ ആ വീട്ടിൽ ബിഹേവ് ചെയ്യുന്ന മാതിരി ചിലപ്പോൾ നമുക്ക് ഓഫീസിൽ പോയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. സോ ആർ വി ബീങ് ഫേക്ക് ഓർ ആർ വി ബീങ് മൈൻഡ്ഫുൾ? അതുണ്ട്. ഓക്കെ, ഈവിൾ മാനിപ്പുലേറ്റീവ് ബിഹേവിയേഴ്സ് ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ് ഓൾ ബൈ ഇറ്റ്സെൽഫ്. ചിലപ്പോൾ അതിനായിരിക്കും ഫേക്ക് എന്ന് പറഞ്ഞാൽ. അതോ ബേസിക്കലി ഒരാളെ ക്യാരക്ടറെ കുറിച്ചിട്ട് വാട്ട് സൈക്കോളജി സേസ് ഇസ് എവറി പേഴ്സൺ ഹാസ് ഗോട്ട് 3 characters. Okay, the first character is what he shows in front of others. Okay, ബാക്കിയുള്ള ആൾക്കാരുടെ സൊസൈറ്റീൻ്റെ മുന്നിൽ ഹൗ ഇസ് ദാറ്റ് പേഴ്സൺ, ദാറ്റ് ഈസ് വൺ ക്യാരക്ടർ. യു ഫൈൻഡ് ഒരു നമ്മൾ പ്രൊഫഷണൽ ക്യാരക്ടർ അല്ലെങ്കിൽ സോഷ്യൽ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. ദി അതർ പേഴ്സൺ ഇസ് ഹൗ ഹീ ഈസ് ബിഹേവിങ് ഇൻ ഹിസ് ഹൗസ്. അതായത് സ്വന്തം ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ മക്കളുടെ മുന്നിൽ ഹൗ ഹീ ഈസ് ബിഹേവിങ്. കറക്റ്റ്. ആൻഡ് ദി തേർഡ് വൺ ഈസ് ദാറ്റ് only he and his God knows, his creator knows what his real character is. അപ്പോൾ വീട്ടിലും സൊസൈറ്റിയിലും അല്ലാത്ത റിയൽ ക്യാരക്ടർ, which only he and his creator knows. ചില ആൾക്കാർ വീട്ടിലും they pretend. Yes. അപ്പോൾ these are the 3 characters. മനസ്സിലായില്ല? അപ്പോൾ അത് വെരി ഡിഫിക്കൽട്ട് ടു അസസ്. മനസ്സിലായില്ല? അപ്പോൾ ഓരോ സിറ്റുവേഷനിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഞാൻ സൈക്കോളജി മറ്റേ എടുത്തതിന് ശേഷം ഐ ഫെൽറ്റ് ലോട്ട് ഓഫ് ഡിഫറൻസ്. കാരണം പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലേഡീസിൻ്റെ ഒക്കെ ഈ മൂഡ് സൈക്കിൾസ് എന്നൊക്കെ പറയും. അപ്പോൾ ഞാനൊക്കെ സൈക്കിളല്ലേ, ചെറിയ കാര്യമല്ലേ, പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത് ബസ്സാണ് അല്ലെങ്കിൽ ട്രെയിനാണ്. സൈക്കിൾ അങ്ങനെ ഐ കെയിം ടു റിയലൈസ് ദിസ് ഇസ് ബിക്കോസ് ഓഫ് സർട്ടൻ ഹോർമോണൽ ഇഷ്യൂസ് അല്ലേ. അതേമാതിരി ടീനേജ് ടാൻട്രംസ്. നമ്മുടെ മക്കൾ ഇപ്പോൾ അഡോളസെന്റ് പീരീഡ് ഇസ് ദി പീരീഡ് വെർ വി ഗെറ്റ് റിയലി ആസ് പാരൻസ് വി ഗെറ്റ് റിയലി സ്ട്രെസ്ഡ് ഔട്ട് അല്ലേ. അപ്പോൾ വൈ ഡു ദേ ബിഹേവ് ലൈക്ക് ദിസ്? അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദി സയൻസ് ബിഹൈൻഡ് ദാറ്റ് ദർ ഇസ് എ റീസൺ. അവരുടെ ബ്രെയിൻ ഇസ് ഡെവലപ്പിംഗ് ഫ്രം ദി ഏജ് ഓഫ് 4 മുതൽ ഒരു 18 years വരെ അവർ ബ്രെയിൻ ഇസ് ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. മനസ്സിലായില്ലേ? ആൻഡ് എസ്പെഷ്യലി
actually the peak of that hormonal imbalance is starting from the teenage side. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ടൈമിൽ you cannot blame them. They cannot make decisions. They make false decisions. അപ്പോൾ they are so much excited. മനസ്സിലായില്ലേ? ഒരുപാട് energy is going through them. കുറേ ആങ്കറും വരുന്നുണ്ട് അല്ലേ? ആങ്കർ ഉണ്ട് സംഭവത്തിൽ. അപ്പോൾ ആങ്കർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ സൈക്കോളജിയിൽ there is a course about anger management. അല്ലേ ടീൻസിൽ കറക്റ്റ്. പിന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം അല്ലേ, ADHD, ഇതൊക്കെ ദീസ് ആർ ഓൾ തിങ്സ്. ബട്ട് ഇത് മനസ്സിലാക്കാൻ സൈക്കോളജി റിയലി ഹെൽപ്സ്. ആൻഡ് ഐ ബിലീവ് ദറ്റ് സൈക്കോളജി ഈസ് സംതിങ് ദറ്റ് എവറിബഡി ഷുഡ് നോ. ഇപ്പോൾ വാട്ട് എവർ ഫീൽഡ് യു നോ, ഇപ്പോൾ നമ്മളിപ്പോൾ AI എന്നൊക്കെ പറയുന്നുണ്ട്. AI has to be used with other fields. You should know the tools of AI, but you should apply it with your own field. അതേപോലെയാണ് സൈക്കോളജി യു ഹാവ് ടു നോ യുവർ ഫീൽഡ്. ഓക്കെ, ആ ഫീൽഡിൽ once you know psychology, you can integrate it. For example, I am a civil engineer. So I design houses, I design bridges, tunnels and all. So if I'm making a house, for example, if I know what kind of people are living there, what is the age group of them, are they senior citizens going to live in the house? Anganani, I should design it so that, from ground floor, they need more space because they cannot climb the stairs and down, So these sort of things I should consider in the design. Appom psychology of a nammade end user manasilaaki kayna, you can become a better designer. Similarly, in your field, you're in HR field, HR field psychology is so much of importance. Yes, it is. You need to know how people behave differently, behavioral aspects. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏത് ഫീൽഡും ഒരാൾക്ക് ഇപ്പോൾ ഒരു ഇത് കൊടുക്കുകയാണ്, നമ്മൾ ടെർമിനേഷൻ ലെറ്റർ കൊടുക്കുകയാണ്. ഇറ്റ്സ് വെരി ഫ്രസ്ട്രേറ്റിംഗ് അല്ലേ ഒരു HR-ന്റെ ആൾക്കും. ഹാവ് യു ഫേസ് സച്ച് തിങ്സ്? ഇപ്പൊ നമുക്ക് ഒരു മാസ് ലേ ഓഫ് ഉണ്ടായിരുന്നു നമ്മുടെ കമ്പനിയിൽ. ആ സമയത്ത് they kept everything ready, including an ambulance in case of emergency. അത് ഭയങ്കര ഇമോഷണൽ. നാളെ മുതൽ എന്താവും എന്ന് അറിയാതെ ചിലപ്പോൾ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമ്മൾ വളരെ എംപത്തറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യുക. പക്ഷെ വാട്ട് ടു ഡു, they have to deal with reality. So that is a fact. Psychology we have to understand. And why I became an engineer, psycho engineer, is because of certain psycho engineer എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഞാൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. നമ്മുടെ കോളേജിൻ്റെ ഒരു കുറേ സ്റ്റുഡൻസ് കൂടിയിട്ട് we published a book. So every person had contributed one chapter. It's actually published. സ്മൃതി എന്ന് പറഞ്ഞിട്ട് അത് it was published ഷാർജ ബുക്ക് ഫെസ്റ്റിൽ പബ്ലിഷ് ചെയ്തു. So my chapter was titled Psycho Engineer. So I was explaining how I came into psychology and what are the different things that changed from college life to the professional life and marriage life. I just put everything together in a small chapter. So interesting. Nice. I should read that. വായിച്ചിട്ടില്ല. Okay, that's nice. അപ്പോൾ അങ്ങനെ പറഞ്ഞ, so you pursued psychology as a side career or I don't know what, or a passion. So what are you doing in that? That's a good question. ഞാൻ office work like Monday, Tuesday, Wednesday, Thursday, Friday. 5 days I work. I'm a civil engineer. You work in Abu Dhabi? I work in Abu Dhabi. I'm a pakka civil engineer. Site പോയി ഇതാക്കി വെയിലൊക്കെ കൊണ്ട് സിവിൽ എഞ്ചിനീയർ. പക്ഷേ ആ ഒരു വർക്ക് ലൈഫിൽ I find that balance through psychology. So how I do it, like weekendsly we have a group, then we call ourselves smart parents. Okay. Trying to be smart because kids are much smarter. Yes. അപ്പോൾ നമ്മൾ അതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്, ഒരു 100+ ആൾക്കാരുണ്ട്. അപ്പോൾ വി ആർ ഓൾ പാരൻസ് ഹു ആർ ട്രൈങ് ടു ഗിവ് ബാക്ക് ടു ദി സൊസൈറ്റി. For example, I might be able to give some training, about emotional intelligence. That's one field which I really love. I give it a lot of training in office about emotional intelligence. So I think you can just, Hello. നോക്കാം. സുബൈർഖനോട് ഞാൻ വരാൻ പറഞ്ഞേക്കണം ഇങ്ങോട്ട്. ഒരു 10:45 ആകുമ്പോൾ ഇക്കൊക്കെ എയർപോർട്ടിൽ പോകാൻ ആരുമില്ല.